പ്രേക്ഷകരെ, അപ്പോൾ നമ്മൾ ഏതാനും ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഷ്ടിച്ചില്ല. തൃത്താലയിൽ കുറെ ആളുകളുണ്ട്. വിഷമിച്ച അല്ലേ? വിഷമമുണ്ട്, തീർച്ചയായും ഭയങ്കര വിഷമമുണ്ട്. വിഷമമുണ്ട്. രാത്രി 10:30 മണിക്ക് ഞങ്ങൾ എന്തായാലും മിനിസ്റ്റർ ആവുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും മാറി. സങ്കടമുണ്ട്. അർഹനായിരുന്നു അല്ലേ? തീർച്ചയായും ആരും അർഹതയില്ലാത്തത് അല്ല, എന്നാലും എങ്കിലും അതിനേക്കാൾ കൂടുതൽ ഇന്ന് മന്ത്രിസഭയിൽ തീർച്ചയായും എല്ലാവരും അർഹതപ്പെട്ടവരാണെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ജയിച്ചവരും എല്ലാവരും അർഹതപ്പെട്ടവരാണ്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അർഹതയുള്ള ആളിനെയാണ് സീനിയോറിറ്റിയും. 3 തവണ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് 63 പേര് ജയിച്ചു വന്നത്. ആകെ 10 പേര് 11 പേരാണ്. അത് ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് തോൽപ്പിച്ചത് അത്രയും ഒരു ചെറിയ നിസ്സാരക്കാരനല്ല തോൽപ്പിച്ചത്. ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയെയാണ് നമ്മൾ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് മണ്ഡലം. അതിലുപരി നിലപാടുകളുള്ള വ്യക്തിയാണ് ശ്രീ വി ടി വേൽഡണം. ഇന്നത്തെ മതേതര കേരളത്തിന് നിലപാടുകളുള്ള ആളുകളെയാണ് കൂടുതൽ ആവശ്യം. അപ്പോൾ വി ഡി സതീശനെ പോലെ തന്നെ നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് മതേതര കേരളത്തിനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ശ്രീ വി ടി വേൽഡണം. അത് കൃത്യമായും ഒരു മന്ത്രിസ്ഥാനത്തെ അർഹനായിരുന്നു, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ആലുവയിൽ നിന്ന് വരുന്നതാണ്. അൻവർ സാദത്ത് MLA 4 ടേമായി ഇപ്പോൾ ജയിച്ചിട്ട് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയിൽ അർഹനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അടുത്തു വരെ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെ വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമുണ്ട്. ആലുവയിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റിൽ ഇത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ വന്നു. അതൊക്കെ ഉണ്ടോ? ആകെ 11 പേര് അതിനോട് സോഷ്യൽ ബാലൻസ്, പിന്നെ സ്ഥല ബാലൻസ്, കമ്മ്യൂണൽ ബാലൻസ്, എല്ലാ ബാലൻസും പിന്നെ ആകെ 11 സീറ്റ് എന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഇങ്ങനെ ഒക്കൂ, അതിലെല്ലാവരും തൃപ്തരാകുക എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതുകൊണ്ട് തൃപ്തരാകണം. അതേ ഉള്ളൂ വഴി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇങ്ങോട്ടേക്ക് ഓരോരുത്തർ എത്തിച്ചേരുകയാണ്. ഫോട്ടോ എടുത്തോ? ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഓരോരുത്തർ വിഐപികളും സാധാരണക്കാരും എല്ലാവരും വിഐപികളാണോ ഇന്ന്? അങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അപ്പോൾ എന്താണ് ഇപ്പോൾ ഇനിയിപ്പം സമയം 9:13 ഒരുപാട് കമന്റ് ബോക്സിലെ കാര്യമായിട്ട് നോക്കിയില്ല എന്നുള്ള കാര്യമായ പരാതിയുണ്ട്. കമന്റ് ബോക്സിൽ നോക്കാൻ പറ്റാത്തതിന് കാരണം നമ്മൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കായതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ കമന്റ് ബോക്സ് മറന്നൊരു പരിപാടി നമുക്കില്ല. രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രമേശ് ചെന്നിത്തല അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങോട്ടേക്കാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള വരവിലാണ്. അപ്പോൾ നമുക്കറിയാം ആന്റണി MP ആണോ അത്? അപ്പോൾ അല്ല, നമുക്കറിയാം ചെന്നിത്തല നിയുക്ത മന്ത്രി മോൻസ് ജോസഫ് അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം നിയുക്ത മന്ത്രി മോൻസ് ജോസഫ് അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ MLA ആണ് നിയുക്ത MLA നിയുക്ത മന്ത്രി മോൻസ് ജോസഫ്. രമേശ് ചെന്നിത്തല ഇങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ സന്ദീപാരൻ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ല. ഇനിയിപ്പോൾ അധികം സമയം അപ്പോൾ നിയുക്ത മന്ത്രി മോൻസ് ജോസഫ് ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അദ്ദേഹം അവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അപ്പോൾ ഇവിടെ വലിയ തിരക്കിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോവാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള വലിയ തിരക്കിലേക്ക് MLA മാർ ഈ വഴിയും ആ വഴിയും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു. കേരള കോൺഗ്രസിന്റെ ഒരു മന്ത്രിയാണ് ചോദിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം മോൻസ് ജോസഫ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. കൂടുതലും PJ ജോസഫ് തൊട്ട് പിന്നാലെ PJ ജോസഫ് ഇവിടെയുണ്ട്. ഇതിലുണ്ട്. അവർ പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഇവിടെയുണ്ട്. ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവരുണ്ട്. അപ്പു ജോൺ ജോസഫ് ഇതിലുണ്ടോ? ഇല്ല. അതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അതിലാണോ കാണുന്നത്? ഓക്കെ, അല്ലല്ല. അപ്പോൾ അതാ ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട് അവിടെ. നമസ്കാരം. കേരള കോൺഗ്രസ് അപ്പു ജോൺ ജോസഫ് അല്പസമയത്തിന് കേരള കോൺഗ്രസ് ടീം, കേരള കോൺഗ്രസ് ജോസഫ് ടീം ഇങ്ങോട്ടേക്ക് 2 കാറുകളിലായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെ വലിയ താങ്ക് യു. അപ്പോൾ ഇവിടെ വലിയ ഒരു ജനാരവത്തിന്റെ ഒരു ജനസമുദ്രം ഉറപ്പായും ഓഫ്കോഴ്സ് ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. രമേശ് ചെന്നിത്തല അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. KR ഗോപീഷ് ആയിരുന്നു. ഗോപീഷ്, ചെന്നിത്തല ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞില്ലേ?
ഹാഷ്മി, രമേശ് ചെന്നിത്തല നിയുക്ത മന്ത്രി ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വഴുതക്കാട്ട് വസതിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി. ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല നിയുക്ത മന്ത്രി സ്ഥാനമേൽക്കാൻ വേണ്ടി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നേതാക്കളും പ്രവർത്തകരും, പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ രാവിലെ മുതൽ തന്നെ വഴുതക്കാട് ഈശ്വരവിലാസത്തെ ദേവദത്തം എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ തടിച്ചുകൂടിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9:10, എനിക്ക് തോന്നുന്നു അദ്ദേഹം സമയമൊക്കെ നോക്കിയ ശേഷമാണ് അദ്ദേഹം ഈ ചടങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം അല്പം മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹം ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഹാപ്പി ആക്കുക എന്നതാണ് തന്റെ ഉത്തരവാദിത്വം. ക്രമസമാധാന പാലനമാണ് തന്റെ മേൽ തനിക്ക് താൻ നിർവഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാന സ്വൈര ജീവിതം ഉറപ്പാക്കുക എന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേരത്തെ നിയുക്ത മന്ത്രി ജുനീഷ് ഇവിടെ വന്നിരുന്നു. ജുനീഷ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നൽകിയ സമ്മാനമാണ് യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ജുനീഷിനെ മന്ത്രിയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അല്പം മുൻപ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാൻ, ഗംഭീരമാക്കാൻ വേണ്ടി UDF പ്രവർത്തകരും നേതാക്കളും ഒക്കെ തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഈ വസതി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് പല പല കാരണങ്ങൾ കൊണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ ആശയക്കുഴപ്പം, അതിനുശേഷം അദ്ദേഹത്തിന്റെ വകുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ആളുകളെ മന്ത്രിസ്ഥാനം നൽകുമോ എന്ന കാര്യത്തിലുണ്ടായ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ, അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ വളരെ സജീവമായി നിന്നിരുന്ന രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അവർ വിവിധ വാഹനങ്ങളിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആ ശോഭ നിറഞ്ഞ ആ മണിക്കൂറുകളിലേക്ക്, ആ വേദിയിലേക്കാണ് ഇനി നമ്മൾ പോകാനുള്ളത്. ഏതായാലും ഹാഷ്മി, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം വീണ്ടും UDF അധികാരത്തിലെത്തുമ്പോൾ അത് ആഘോഷമാക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നിയുക്ത മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. ഹാഷ്മി. നമ്മുടെ പ്രേക്ഷകരെ, ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധിക സമയമില്ല. 9:18:34 10 മണി ഷാർപ്പ് 10 മണിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ ചില രാഷ്ട്രീയ, ഇപ്പം അങ്ങനെ പതിവുള്ളതല്ല. ചില രാഷ്ട്രീയ പാർട്ടി പരിപാടികളൊക്കെ വല്ലാതെ വൈകാറുണ്ട് സമയം പറഞ്ഞതിനേക്കാൾ. ഇതങ്ങനെയല്ല, ഇത് പ്രോട്ടോകോൾ പരിപാടിയാണ്, ഗവർണർ അടക്കം ഉൾക്കൊള്ളുന്ന പരിപാടിയാണ്. 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിയാണ്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നുണ്ട്. രേവന്ത് റെഡ്ഡി, വി.ഡി. സതീശൻ അടക്കമുള്ളവർ, വി.ഡി. സതീശൻ, രേവന്ത് റെഡ്ഡി, കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ, ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ അദ്ദേഹത്തെ കാത്ത്, രാഹുലിനെയും പ്രിയങ്കയും കാത്ത് അവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ല, എയർപോർട്ട് ലോഞ്ചിൽ അവിടെ നിൽക്കുകയാണ്. നമസ്കാരം. അപ്പോൾ എയർപോർട്ട് ലോഞ്ചിൽ അവിടെ ഇരിക്കുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 10 മണി, സമയം 10 മണി 9:18 10 മണി. നിങ്ങൾ എവിടെ വരുന്നത്? ഞാൻ ദുബായ് ഇംഗാസിന്റെ UAE കമ്മിറ്റിന്റെ വർക്കിംഗ് പ്രസിഡന്റ്. ഇത് ഫൈസൽ. ദുബായ് ഡ്രസ്. മതേതര കേരളം തല ഉയർത്തി നിന്ന ഒരു തെരഞ്ഞെടുപ്പായത്. വടശ്ശേരി ദാമോദരൻ സതീശൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മതേതരത്വം, വർഗീയത ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങൾ വെച്ചുറപ്പിക്കില്ല. അതിന്റെ തെളിവാണ് 102 സീറ്റ് നേടി കേരളത്തിലെ ഏറ്റവും മഹത്തായ വിജയം UDF നൽകിയ ജനങ്ങൾക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. താങ്ക് യു. അവസാനത്തെ ഇതും വളരെ എനിക്ക് ഓക്കെ, താങ്ക് യു. ഓക്കെ ഏട്ടാ, നമസ്കാരം. അപ്പോൾ പ്രിയപ്പെട്ട ആൾക്കാർ പരിചയപ്പെടാൻ പാലക്കാട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എവിടെ? തുളസി ടീച്ചർ മന്ത്രി, കെ തുളസി മന്ത്രി. ടൈം അവസ്ഥയിലാണെങ്കിൽ പാലക്കാടിനുള്ള വലിയ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. എപ്പോൾ പൂഴിവാരിട്ടാൽ താഴെ വീഴാത്ത പോലെ വലിയ ജനസഞ്ചയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.